ബാംഗ്ലൂരിലെ ചിക്ബാനവാരയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ധനവന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജീവിതത്തിൽ കൊതിയുള്ള ആരും അങ്ങോട്ട് പോകരുത് നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക നല്ലതാണോ എന്ന്. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഞാൻ മുമ്പ് ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞതാ, ഞാൻ ഈ ധനവന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര ശരിയുള്ള സ്ഥാപനമല്ല, ജീവന് കൊതിയുള്ള ആരും അങ്ങോട്ട് പോകരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക ധനവന്ത്രി നല്ലതാണോ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു ഉടായിപ്പ് തട്ടിക്കൂട്ട് സ്ഥാപനമാണ്? 4 or 5 നേഴ്സിംഗ് കോളേജുകളും സ്കൂളുകളുമാണ് ആ ഒരു ഇട്ടാവട്ടത്തിലെ ആ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. ആദ്യം ഈ സ്ഥാപനങ്ങൾ, അതായത് ധന്വന്തരി കോളേജ് ഓഫ് നേഴ്സിംഗ്, സുശ്രുതി കോളേജ് ഓഫ് നേഴ്സിംഗ്, മാതൃ കോളേജ് ഓഫ് നേഴ്സിംഗ്, സദേൺ കോളേജ് ഓഫ് നേഴ്സിംഗ്, വിദ്യോദയ കോളേജ് ഓഫ് നേഴ്സിംഗ്, ഇതൊക്കെ ഇത്രയും സ്ഥാപനം അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ല അന്വേഷിക്കാനായിട്ട്. എന്നോട് ചോദിക്കണം. ഞാൻ പിന്നെയും പറഞ്ഞു തന്നു ഇതൊക്കെ എങ്ങനെ തപ്പിയെടുക്കണമെന്നുള്ള കാര്യം. കഷ്ടപ്പെടാൻ മേലല്ല, എന്നാൽ തിന്നു, അവൻ പറയുന്ന പോലൊക്കെ തിന്ന്. അവിടെ പോയ വർഷത്തേക്ക് എത്ര പിള്ളേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു, ഇല്ലേ? എന്തുകൊണ്ട്? ഏജന്റുമാർ പറഞ്ഞ് അങ്ങ് വിശ്വസിച്ചു, അല്ലേ? എല്ലാ പിള്ളേരും മരിച്ചത് പ്രേമനൈരാശ്യം കൊണ്ടാണ്. കൊള്ളാം, നല്ല കാര്യം. ഈ പ്രേമനൈരാശ്യം കൊണ്ട് മരിച്ച പിള്ളേരുടെ രക്ഷിതാക്കളൊക്കെ പിന്നെ പ്രധാനമന്ത്രി അടുത്ത് വരച്ചിരുന്ന് നീതി വേണമെന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചില്ലേലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എന്തിനാ വെറുതെ പോകുന്നത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ മൊത്തം ഇത് ഏതാണ്ട് 5 കോളേജാണ്, ഏതാണ്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് മിച്ചം തന്നെ വേണം ഇത്രയും കോളേജുകൾ പ്രവർത്തിക്കാനായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ. അതുപോലെ അധ്യാപകർ എത്രയാ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു കണക്ക് കൂട്ടാൻ പറഞ്ഞു. ഒരു കോളേജിന് 60 സീറ്റ്, എത്ര MSc-ക്കാർ വേണം, എത്ര ട്യൂട്ടേഴ്സ് വേണം, നിങ്ങൾ നോക്കിയില്ല. അന്വേഷിക്കാൻ പറഞ്ഞു. ക്ലിനിക്കിൽ എവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവരോട് ചോദിക്കാം. നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോൾ അവൻ നിങ്ങളെ പേടിപ്പിച്ചു, നിങ്ങളെ ശപിച്ചു, നിങ്ങളെ പ്രാഗി. അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ നിർത്തി. അവൻ പറയുന്നത് എന്ത് അമേധ്യമാണെങ്കിലും അങ്ങ് പെഷിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് വീഴുക. ഈ INC സ്ഥാപനങ്ങൾ, എത്ര സ്ഥാപനങ്ങൾ INC ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചു? INC വെബ്സൈറ്റിൽ കയറിയോ? ഇല്ല. ഇവിടെ പല സ്ഥാപനങ്ങൾക്കും INC ഇല്ല. നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് മറ്റുള്ള INC ഉള്ള 1 or 2 സ്ഥാപനത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഇപ്പോഴും ലോണിൻ്റെ പേപ്പറുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തന്നു. ദയവായിട്ട് നിങ്ങൾ ജാഗരൂകരായിട്ട് മുമ്പോട്ട് പോകുക. ഞാൻ പറയുന്നത് ആത്മാർത്ഥതയോടെ, എല്ലാ യോഗ്യതയോടും കൂടി ഒരു നേഴ്സാകണം എന്ന് 100% ആഗ്രഹമുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കുക. അല്ലാത്തൊരു ഉടായ്പ പോകുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. പോയിട്ട് വരട്ടെ, ആർക്ക് ഛേദം. നാളെ ഇതിനെല്ലാം ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട സമയം വളരെ അടുത്ത് വരുന്നുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയും ധനവന്ത്രി കോളേജോ അല്ലെങ്കിൽ ധനവന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം പരിശോധിച്ച ശേഷം മാത്രം ചോദിക്കുക. അപ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും വേണോ ആ ചോദ്യം ഒഴിവാക്കാൻ പറ്റും. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ പറയും. ഇപ്പം വരും കുറെ വേട്ടാവളിയന്മാര്, ഇതിൻ്റെ ഏജന്റുമാര്. പറയടാ പോയി പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു. സൈബർ അറ്റാക്ക്, അതിനകത്ത് വലിയ പേടിയൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.